ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇവിടെ പരാതി ഒന്നുമില്ല എന്നുള്ള പതിവ് ന്യായമാണ് വരുന്നത്. പരാതി ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി, ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞാൽ പോലും, കാരണം അവർ പറഞ്ഞത് എന്റെ പേര് എന്റെ അനുവാദമില്ലാതെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത് ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പേരും നടന്റെ പേരും ഒന്നും, നടന്റെ പേര് പറയാനുള്ള അവകാശം നമുക്ക്. ഓക്കെ. അപ്പം അവര് 79 BNS, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അവരെ നേരെ നടത്തിയിട്ട് നടൻ നടത്തി എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഇങ്ങനെ ഒരു ഹറാസ്മെന്റ് നടന്നു എന്ന വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൃത്യമായി നോട്ടീസ് കൊടുക്കാനും നടപടിയെടുക്കാനും എഫ്ഐആർ ഇടാനും ഒക്കെ അവകാശമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ സെക്ഷൻ 41 നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇയാൾ നാർക്കോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്സ്റ്റൻസസ് എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നുകയും ഇദ്ദേഹത്തെ ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ സമയത്താണ് അതിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അപ്പൊ അവിടെ ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇറങ്ങിയോട്ടം ഒരു ഒഫൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം തന്നെ ഇയാളിൽ നിന്ന് നർക്കോട്ടിക് ആയിട്ടുള്ള യാതൊന്നും തന്നെ കണ്ടെടുക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പോ ഇവിടെ ആകെ കൂടി അയാളെ അന്വേഷിക്കാൻ സാധിക്കുന്നത് ഓർഗനൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് അന്വേഷിക്കുന്നത്. മറ്റു രീതിയിലുള്ള അയാളുടെ മേലുള്ള ആരോപണങ്ങൾ, എന്റെ ശരീരത്തിൽ ഇപ്പോൾ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു തെളിവ് മാത്രമേ അതിന് കിട്ടുള്ളൂ. അല്ലാതെ എനിക്കത് പലരും എന്റെ അനുവാദമില്ലാതെയും എനിക്ക് നൽകാം, എന്നെ പറ്റിച്ചു നൽകാം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ട് എനിക്ക് നൽകാൻ സാധിക്കും, അങ്ങനെ പലതും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ക്രൈം ആണ്, പ്രഥമ ദൃഷ്ടി അത് ക്രൈമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ അത് സർക്കംസ്റ്റൻസസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അവരും പറഞ്ഞിട്ടുണ്ട്, നമ്മളവിടെ സെറ്റിൽ കണ്ടു ഇവർ ഉപയോഗിക്കണത്, അതുപോലെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള കുറെ വർഷത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ സംഗതി. അപ്പൊ നമുക്ക് എവിഡന്റ് ആണെങ്കിലും മുൻപ് കൊക്കെയിൻ കേസിലും പ്രതി ആയിട്ടുള്ള ഒരു കക്ഷിയാണ്, പിന്നീട് അക്യൂറ്റ് ചെയ്തോ എന്നുള്ള വേറെ വിഷയം. അപ്പൊ മൊത്തം നോക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഷൈനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഷൈനുകൾ ഉണ്ട്. പിന്നെ ഈ ഷൈൻ ആണെങ്കിൽ മാനേജബിൾ അവസ്ഥയിൽ നിന്ന് സ്വയം മാനേജ് ചെയ്യുന്ന അവസ്ഥയും വിട്ട് അതിന്റെ ഒരു അഡിക്ഷനിലും അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സഹതാപം അർഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സഹതാപം സിനിമാ സെറ്റുകളിൽ ശല്യമായി മാറുകയാണല്ലോ. ശല്യമാണ്. ഒരു മനുഷ്യർ റോട്ടിൽ കള്ളു കുടിച്ച് മുണ്ടില്ല നടക്കുന്ന ശല്യവുമാണ്. ആ വ്യക്തിക്ക് നമ്മൾ നൽകേണ്ട സഹതാപവുമാണല്ലോ. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക, ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക, അല്ലാണ്ട് കൊല്ലാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. സിനിമാ സെറ്റുകളാണ് ഇവിടെ മാറേണ്ടത്. ഓരോ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനികളും തീരുമാനമെടുക്കണം, പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ മറ്റു എല്ലാവരും കൂടി തീരുമാനമെടുക്കണം, ഞങ്ങളുടെ സെറ്റിൽ ഇത്തരം സംഗതികൾ ഉപയോഗിക്കാൻ പാടില്ല. വർക്കിംഗ് അവേഴ്സ് വളരെ കൃത്യമായി തന്നെ ഇങ്ങനെ ആയിരിക്കണം. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവര് എന്തൊക്കെ പ്രോട്ടോകോളാണ് പാലിക്കേണ്ടത്, ആ പ്രോട്ടോകോൾ തയ്യാറാക്കുകയും അവിടെ സ്ത്രീകളുടെ നേരെയുള്ള ഹറാസ്മെന്റ് തൊട്ട് മറ്റ് ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചുള്ള പ്രോട്ടോകോൾ തയ്യാറാക്കി ആ പ്രോട്ടോകോൾ പ്രകാരം വർക്ക് ചെയ്യാൻ തയ്യാറുള്ള നടന്മാരെ മാത്രം, നടികളെ മാത്രം, മറ്റു ട്രാൻസ്ജെൻഡേഴ്സ് ആരൊക്കെയാണ് ആൾക്കാർ അവരെ മാത്രമേ പങ്കെടുപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ പറയുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പേര് തന്നെ തെറ്റാണ്. അത് ഇന്റേണൽ കമ്മിറ്റി എന്ന രീതിയിൽ ഓരോ സിനിമാ സെറ്റുകളിലും ആവശ്യമുള്ളതാണ്. ഓരോ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലും നമുക്ക് ഇന്റേണൽ കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കണം. എന്തിനാണ് ഇന്റേണൽ കമ്മിറ്റി, സ്ത്രീകളെ നേരിടുന്ന ഹറാസ്മെന്റിനെ കണ്ടെത്താനുള്ള കമ്മിറ്റി ആണെങ്കിൽ അത് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എക്സൈസ്, പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ, നിങ്ങൾ സിനിമയ്ക്ക് മുൻപേ തന്നെ എല്ലാവരെയും പരിശോധിക്കാമല്ലോ. നിങ്ങൾക്ക് ബ്രീത്ത് അനലൈസർ തൊട്ട് എന്തൊക്കെയാണോ പരിശോധിക്കാനുള്ള എല്ലാവിധ സാങ്കേതികത്വം നിങ്ങൾക്ക് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ഈ മേഖലയെ നമ്മൾ ഒരിക്കൽ സുരക്ഷിതമാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റല്, കോടതി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഇടങ്ങളാണ്. മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാത്തരം ലഹരികൾ ഉപയോഗിക്കാതെയും ചെയ്യുന്ന ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരാൾ മറ്റൊരാൾക്ക് ശല്യമാകുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയും അത് അനധികൃതമായിട്ടുള്ള സ്ഥലത്ത് കള്ളവാറ്റ് അല്ലെങ്കിൽ കള്ളച്ചരയം എന്നതുപോലെ തന്നെയാണ് ഈ സംഗതിയും എന്ന ബോധ്യം ഇവർക്ക് ഉണ്ടാവും.